LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. നന്നായി വരും മോളെ. അമ്മേ, ഈശ്വരാ കാത്തോളേ. ശരി, പോയിട്ട് വരാം. പോവാച്ചാ. വാ. നമ്മുടെ സ്ഥാനാർത്ഥി ഇറങ്ങി, നിങ്ങൾ ആ വണ്ടി കയറി. ശരി. നമസ്കാരം. വരൂ. ശരി സർ. ശരി. ശരി അങ്കിൾ. മോളെ പോയിട്ട് വരാം. ശരി ചേച്ചി. ശരി സാർ. മാഡം, ഞാൻ നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായിട്ട് പറയുക, നന്ദനും ദേവികയും തമ്മിലുള്ള ഇപ്പോഴത്തെ പിണക്കം നോക്കരുത്. ദേവിക നോമിനേഷൻ കൊടുക്കാൻ പാടില്ല എന്നുള്ള പിടിവാശിയിൽ നിന്ന് മാറണം. ഗിരീഷേ, എന്റെ മോളുടെ ഭർത്താവിന് അതിൻ്റെതായ ബഹുമാനവും സ്നേഹവും ഒക്കെ തരുന്നുണ്ട്. ഗിരീഷ് മറ്റേത് കാര്യം ആവശ്യപ്പെട്ടാലും ഞാൻ സമ്മതിക്കും. പക്ഷേ ഇതിലൊരു വിട്ടുവീഴ്ചയില്ല. രജനി, നിന്റെ ഭർത്താവിന്റെ സ്ഥാനം വെച്ച് ഇതുവരെ ഞാൻ ഇവിടെ ഒന്നും സംസാരിച്ചിട്ടില്ല. എന്റെ വീട്ടിലെങ്ങനെയോ അതാണ് ഇവിടെ എന്റെ രീതി. അഭിപ്രായങ്ങൾ പലതും ഉണ്ടാവാം. പക്ഷേ മരുമകൾ എന്ന സ്ഥാനം കൊടുത്ത് ദേവികയെ മാറ്റി നിർത്തുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഗിരി അങ്ങനെ മാറ്റി നിർത്തുന്നല്ലോ. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ അഭിപ്രായമാണെന്ന് അച്ഛന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ പാർട്ടിയിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. നോമിനേഷൻ കൊടുക്കാൻ സമ്മതിക്കില്ല. അതെ ഗിരീഷേട്ടാ, അച്ഛന് ദേഷ്യമാവില്ല. ശരി. അല്ല മാഡം, മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ദേവിക സ്ഥാനാർത്ഥിയാവണ്ടാന്ന് തീരുമാനിക്കാൻ? എന്ത്? ഒന്നുമില്ല. നമ്മളായിട്ട് ഇനിയൊരു മോഹം കൊടുക്കാതിരുന്നാൽ ദേവിക പിന്മാറും. ദേവികയ്ക്ക് മനസ്സിലായി, അനുസരിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഇനി ഇവിടേക്ക് പ്രവേശനമില്ലാന്ന്. നോക്കിക്കോ, ദേവിക മത്സരത്തിൽ നിന്ന് പിന്മാറി എന്നുള്ള വാർത്ത 2 ദിവസത്തിനകം നമുക്ക് കാണാം. ഹലോ, എന്താ? ആണോ? ശരി ശരി, വിളിക്കാം. അതെ രജനി, ആ ന്യൂസ് ഒന്ന് വെച്ചേ, പെട്ടെന്ന് ഓണാക്ക്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ VDF സ്ഥാനാർത്ഥി ദേവിക നന്ദൻ ഇന്ന് കളക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിച്ചു. കൊടുക്ക. വ്യവസായ വകുപ്പ് മന്ത്രി PK രാധാകൃഷ്ണൻ, മുൻ MLAയും സ്ഥാനാർത്ഥിയുടെ ഭർത്തൃപിതാവുമായ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തും പാർട്ടി പ്രവർത്തക സമിതി അംഗമായ ത്യാഗരാജനും ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾക്കൊപ്പമാണ് ദേവിക എത്തിയത്.
വിജയപ്രതീക്ഷയാണ് ദേവിക നന്ദൻ പത്രിക സമർപ്പണത്തിന് ശേഷം മാധ്യമങ്ങളോട് പങ്കുവച്ചത്. വിജയപ്രതീക്ഷയിലാണല്ലോ ഓരോ സ്ഥാനാർത്ഥിയും മത്സരിക്കാൻ ഇറങ്ങുന്നത്. വലിയ പ്രതീക്ഷ പാർട്ടി മുന്നണിയും കാണുന്നത്. മതേതര ജനാധിപത്യം സംരക്ഷിക്കപ്പെടാൻ മുൻ MLA എന്റെ അച്ഛന്റെ പാതയിൽ മുന്നേറാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ കാണുന്നതാണല്ലോ. വിജയിക്കും. മോളെ വാ. ആ കണ്ടു. അറിയിച്ച നന്നായി. അതെ അതെ, പ്രതീക്ഷിക്കാത്ത മൂമെന്റ് ആയിപ്പോയി. മോനെ അവളോടെ വിളിക്കോട്ട്. മോൻ കയറി ഇരിക്കും. തൽക്കാലം സ്വീകരിക്കാനൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. മോളെ ഇങ്ങോട്ട് വിളിക്ക്. എനിക്ക് അവളോട് കുറച്ചൊന്നും സംസാരിക്കാനുണ്ട്. നന്ദേട്ടാ, അവളെ വിളിച്ചേ. ചേച്ചി നോമിനേഷൻ കൊടുക്കാൻ പോയിരിക്കാ. ഓ, അപ്പൊ തിരിച്ചെത്തിയില്ല അല്ലേ? വരുമ്പോ പറഞ്ഞേക്ക്, അവളിനി MLA ആയാലും ശരി മന്ത്രി ആയാലും ശരി എന്റെ ജീവിതത്തിൽ ഇനി ഇല്ലാന്ന്. കാര്യം എന്താ മോനെ? അറിയില്ല അല്ലേ? എന്റെ അമ്മ അവളുടെ കാല് പിടിച്ചു പറഞ്ഞു പത്രിക കൊടുക്കരുത്, മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന്. പറഞ്ഞ അനുസരിക്കുമെന്നാ ഞങ്ങൾ കരുതിയേ. പക്ഷെ അവള് നോമിനേഷൻ കൊടുത്തു. ചേച്ചി പറഞ്ഞതല്ലേ നന്ദേട്ടാ, സിദ്ധാർത്ഥൻ ഞങ്ങൾ പറഞ്ഞാ കൊടുക്കില്ലെന്ന്. ആ കള്ള ന്യായമൊക്കെ കയ്യിൽ വെച്ചാ മതി. അവക്ക് പറയാറുന്നല്ലോ അച്ഛനോട് മത്സരത്തിൽ നിന്ന് പിന്മാറുമെന്ന്. അപ്പോ നിങ്ങളെല്ലാരും ചേർന്ന് എന്റെ അമ്മയെ കൊച്ചാക്കുമായിരുന്നു അല്ലേ? അയ്യോ, ദേവിക സിദ്ധാർത്ഥ സാറിനോട് പറഞ്ഞതാ എന്തായാലും മത്സരിക്കില്ലാന്ന്. പക്ഷെ സാറ് സമ്മതിച്ചില്ല. പിന്നെ സമ്മതിച്ചില്ല പോലും. അച്ഛനും അവളും കൂടെ ഉള്ള നാടകമായിരുന്നു എല്ലാം. അത് ഞങ്ങൾക്ക് മനസ്സിലായി. പെമ്പിള്ളാരെ കുറച്ച് അച്ചടക്കത്തോടെ വളർത്തണമായിരുന്നു. മോനെ അങ്ങനെയൊന്നും പറയരുത്. ദേവി ഒരു സാധു കുട്ടിയാ. എന്ത് ചെയ്യണമെന്നറിയാതെ അവള് പതറി നിൽക്കുക. എങ്ങനെ? അവക്കാണോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തത്? അവക്കെല്ലാം അറിയാം. അവളെ കുറിച്ച് ഇപ്പൊ എനിക്കും അറിയാം. മോളുടെ സ്വഭാവത്തെ കുറിച്ച് കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഒന്ന് നിർത്ത് നന്ദേട്ടാ. ചേച്ചിയുടെ സ്വഭാവത്തെ കുറിച്ച് നന്ദേട്ടൻ എന്തറിയാന്നാ? നന്ദേട്ടൻ ചേച്ചിയെ പോലും മനസ്സിലാക്കിയിട്ടില്ല. പിന്നല്ലേ ചേച്ചിയുടെ സ്വഭാവം. ഇനി ചേച്ചി ആക്ഷേപിച്ച് സംസാരിക്കരുത്. നിന്റെ ചേച്ചിയെ എന്നെ ആക്ഷേപിച്ചിരിക്കുന്നേ. മോനെ, എല്ലാം മോന്റെ തെറ്റിദ്ധാരണയാ. ഓ, തെറ്റിദ്ധാരണ. അമ്മേ, ഒന്നും പറയാൻ പോണ്ട. ചേച്ചിയുടെ മഹത്വം എന്താണെന്ന് പല അവസരങ്ങളിലും മനസ്സിലാക്കിയിട്ടുള്ള ആളല്ലേ. എന്നിട്ടിപ്പൊ എന്തൊക്കെയോ ലക്ഷ്യം വെച്ച് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു. ശാരി, നീ നിർത്ത്. മോനെ, മോൻ എന്തായാലും കേറിയിരിക്കെ. ദേവിക വന്നോട്ടെ. അതെ മോനെ, അവള് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. എന്തിന്? വട്ടമേശ സമ്മേളനത്തിനായിരിക്കും. വിട്ടുവീഴ്ച ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ അമ്മ പറഞ്ഞിട്ട് അനുസരിക്കാത്ത അവളെ ഇനി എനിക്ക് വേണ്ട. വരുമ്പോ പറഞ്ഞേക്ക്. മോനെ, നന്ദ, മോനെ, അവളൊന്ന് വന്നോട്ടെ. നന്ദ, മോൻ അകത്തേക്ക് കയറിയിരിക്കും. എനിക്കൊന്നും കേൾക്കണ്ട. നന്ദ, നന്ദേട്ടന് ചേച്ചിയെ വേണ്ടെങ്കിൽ ചേച്ചിക്ക് നന്ദേട്ടനെ വേണ്ട. അത്രയേ ഉള്ളൂ. മാധവേട്ട, നീ പേടിക്കണ്ട. മോള് വരട്ടെ. ഹലോ, അരുന്ധതിയാണ് പ്രഭാവതി. നമ്മൾ തമ്മിലുള്ള മത്സരത്തിൽ ആദ്യ ജയം എനിക്കാണെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വിളിച്ചതാ. ദേവിക നാമനിർദ്ദേശ പത്രിക കൊടുത്തു. അറിഞ്ഞു കാണുമല്ലോ അല്ലേ? നിന്റെ കുടുംബം
നിന്റെ ഉള്ളം കയ്യിലാണ് എന്നായിരുന്നല്ലോ നിന്റെ വിശ്വാസം. ആ വിശ്വാസം ഞാൻ തകർത്ത് തരിപ്പണമാക്കിയില്ലേ പ്രഭാവതി. നിന്റെ പത്തിക്ക് തന്നെ കിട്ടിയില്ലേ അടി. ഇതൊരു തുടക്കമേ ആയിട്ടുള്ളൂ പ്രഭാവതി. തോൽവികൾ ഓരോന്നായി ഏറ്റുവാങ്ങാനായി തയ്യാറായിക്കോ. എന്റെ ഋഷിയുടെ അവസ്ഥയ്ക്ക് കണക്ക് പറഞ്ഞ് നിനക്ക് ശിക്ഷ വാങ്ങി തന്നിട്ട് ഞാൻ അടങ്ങൂ. അതിനു മുമ്പ് നിന്റെ കുടുംബം പൂർണ്ണമായിട്ട് നിന്നെ കൈവിട്ടിരിക്കും. ശരി, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കാം. ഒരു രസം, ഒരു എലിയും പൂച്ചയും കളി. മാധവ, എല്ലാം മംഗളമായിട്ട് നടന്നു. നോമിനേഷൻ കൊടുത്തത് TV കണ്ടു കാണുമല്ലോ അല്ലേ? രാവിലെ വിഷമിച്ചിരുന്ന ദേവിക ഇപ്പൊ ഇരട്ടി ഊർജത്തില. എന്താ മാധവ, ഒരു സന്തോഷം കാണുന്നില്ല? ഒന്നുമില്ല സാർ. അമ്മയും ശാരിയൊക്കെ എവിടെ അച്ഛാ? അവരകത്തുണ്ട്. മോളെ, ഒരു ചായ കുടിക്കാം. ഇപ്പൊ എടുക്കാച്ചാ. എന്താ മാധവ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾ പോയപ്പോ ഉണ്ടായ സന്തോഷമൊന്നും കാണുന്നില്ല, അതാ ചോദിച്ചത്. സാർ പറയാം. അക്ഷരാർത്ഥത്തിൽ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഈ യുദ്ധത്തിൽ ഒരൊറ്റ റിസൾട്ട് എനിക്ക് വേണ്ടു, ജയം. ദേവിയെ പിന്മാറ്റാനും ചിലപ്പോ ഇല്ലാണ്ടാക്കാൻ തന്നെ നീക്കങ്ങളുണ്ടാവും. കൃത്യമായ ശ്രദ്ധ വേണം. എല്ലാം അറിയാം മാഡം. ഇനി മുതൽ ദേവികയുടെ ഓരോ ദിവസത്തെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വ്യക്തമായ ഷെഡ്യൂൾ ഉണ്ടാവും. ത്യാഗരാജന്റെ സഹോദരി ചന്ദ്രമതി പ്രഭാവതിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയല്ലേ? അതുകൊണ്ട് തന്നെ ദേവിക്ക് എതിരായിട്ടായിരിക്കും നിലപാടെടുക്കുന്നത്. അവിടെ തെറ്റി മാഡം. ചേച്ചി മനസ്സുകൊണ്ട് ഇപ്പൊ ദേവികയുടെ കൂടെയാ. കുടുംബത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഒരാൾ വരുന്നതിന്റെ സന്തോഷത്തില്. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. സിപി, ദേവികയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഫണ്ടിന്റെ ഒരു പ്രോബ്ലം ഉണ്ടാവാതെ നോക്കേണ്ടത് CP ആണ്. മാഡം, കാര്യങ്ങളൊക്കെ ശരി. തെരഞ്ഞെടുപ്പിലേക്ക് അധികം ഫണ്ട് ചെലവാക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ തന്നെ വലിയൊരു തുക മുടക്കി കഴിഞ്ഞു. ദേവികയെ ജയിപ്പിക്കാൻ നമ്മുടെ സർവവും മുടക്കേണ്ടി വന്നാ ഞാനത് ചെയ്യും CP. പറഞ്ഞില്ലേ, ദേവിക ജയിക്കുമ്പോ തോൽക്കുന്നത് പ്രഭാവതിയാ. ഞാൻ കാത്തിരിക്കുന്നതും അതാ. അതുകൊണ്ട് ഫണ്ട് ഒരു തടസ്സമാവരുത്. ഓക്കെ? ശരി മാഡം. മാഡം, ദേവികയും നന്ദനും തമ്മിലുള്ള ഇഷ്യൂ സോഷ്യൽ മീഡിയ എങ്ങാനും കുത്തിപ്പൊക്കിയ പണിയാവും. അതെ, നമ്മൾ പേടിക്കേണ്ട ഏരിയ അതാ. എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ പിണക്കം മാറ്റി ഒന്നിപ്പിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് മാഡം ഒന്ന് ആലോചിക്കണം. നിങ്ങൾ പറയുന്നത് വളരെ ശരിയാ. ദാമ്പത്യ പ്രശ്നങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കും, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെ. ആ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. മാഡം, കൃത്യമായി നോക്കണം. അവർ അകന്നു നിന്നാൽ ചിലപ്പോ ദേവിക പരാജയപ്പെട്ടു പോവാനും മതി.
ഞാൻ നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുന്നു. ചായ. മാധവേട്ടന് ചായ എടുക്കട്ടെ? വേണ്ട. എന്താ ഇവിടെ സംഭവിച്ചത്? മാധവൻ മാത്രമല്ല, രാധയും ശാരികയും എന്തോ വിഷമം മറയ്ക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് രാവിലെ മോളൊന്ന് മാറി നിന്നതാണല്ലോ. അത് മതിയായിരുന്നു, പത്രിക കൊടുക്കണ്ടായിരുന്നു. എന്താ അച്ഛാ? അമ്മേ, എന്താ പ്രശ്നം? ഭീഷണി എന്തെങ്കിലും ഉണ്ടായോ? അങ്കിളെ, പ്രതിപക്ഷം ഓപ്പോസിറ്റ് പാർട്ടിക്കാരൊന്നും അല്ല, അകത്തുള്ളവരാ. നന്ദൻ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കി. അവനെന്താ പറഞ്ഞേ? എനിക്കതൊന്നും പറയാൻ ശക്തിയില്ല സർ. എന്റെ മോളെ നന്ദന് വേണ്ടെന്ന്. നന്ദമ്പോന്റെ അമ്മ പറഞ്ഞതനുസരിക്കാത്തതുകൊണ്ട് ഈ ബന്ധം തീർന്നു. ഇപ്പൊ അവരകന്നിട്ടാണെങ്കിലും അതൊരു പിണക്കായിട്ടൊക്കെ തോന്നിയിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് തെറ്റിദ്ധാരണകളൊക്കെ മാറും, ഒന്നിച്ചാവുമെന്നൊക്കെയാ ഞങ്ങൾ കരുതിയിരുന്നത്. പെട്ടെന്ന് നന്ദമെന്ന് പറഞ്ഞപ്പോ ഒരിടിത്തി പോലെയാ നെഞ്ചിൽ വന്ന് വീണത്. സഹിക്കാൻ പറ്റുന്നില്ല സർ. സർ, ഞങ്ങളുടെ മകളെ MLA മന്ത്രിയോ ആവണമെന്ന് ഞങ്ങളാരും ആഗ്രഹിച്ചിട്ടില്ല, സ്വപ്നം പോലും കണ്ടിട്ടില്ല. ദേവിയയ്ക്കാണെങ്കിൽ ആദ്യം മടിയും പേടിയുമായിരുന്നു. തീരുമാനങ്ങളെല്ലാം സാറിൻ്റെയും വീട്ടുകാരുടെ ആയിരുന്നു. നന്ദൻ്റെ അമ്മയ്ക്കും സന്തോഷമായിരുന്നു ദേവിയെ മത്സരിക്കുന്നതിൽ. പക്ഷേ ഇപ്പോഴൊക്കെ ഞങ്ങൾ വരച്ചു വെച്ചതുപോലെ പറയുന്നത്. സാറ് വിചാരിച്ച ഇവിടെ MLA മന്ത്രിയും ഒക്കെ ആക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ജീവിതം ഇല്ലാതാക്കിയിട്ട് എന്തിനാ സർ സ്ഥാനം? ചേച്ചിയുടെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ മോശമായിട്ട് പറഞ്ഞെങ്കിൽ കേട്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. ഇത്രയും ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുന്ന സാറിനെ ഇതൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കാൻ പാടില്ല. പക്ഷേ പ്രയാസങ്ങളൊക്കെ പറയാൻ സാറല്ലാതെ മറ്റൊരാളില്ല ഞങ്ങൾക്ക്. അവൻ ബഹളം വച്ചതിനും ആക്ഷേപിച്ചതിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു. അയ്യോ സാർ, അതൊന്നും. അയ്യോ, അച്ഛൻ മാപ്പൊന്നും ചോദിക്കണ്ട. അതെ, സാറ് മറ്റുള്ളവർക്ക് നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ആളാ. സാറിനോട് പരിഭവം പറയുന്നത് നന്ദികേട് തന്നെയായിപ്പോവും. ദേവികയുടെ അവസ്ഥ ആലോചിക്കുമ്പോ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതായി. അങ്ങനെയാ നന്ദൻ വന്നതൊക്കെ പറഞ്ഞത്. ഞങ്ങളുടെയൊക്കെ മനസ്സില് സാറിന് വലിയ സ്ഥാനാ. സാറ് ഞങ്ങളോടൊന്നും മാപ്പ് ചോദിക്കരുത്. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഇനി അവൻ വരുന്നത് ദേവിക തിരിച്ചു വിളിച്ചുകൊണ്ടു പോകാൻ വേണ്ടിയായിരിക്കും. LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.